തൃശ്ശൂർ എരുമപ്പെട്ടിയിലെ കാട്ടുപന്നിയുടെ മാംസം വാങ്ങിച്ചു കഴിച്ച ആള് കേസ് പ്രതിയായി പിന്നീട് അയാൾ ആത്മഹത്യ ചെയ്തു. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പല ആൾക്കാരെയും ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് പലരെയും വെടിവെക്കുന്ന കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ വിറ്റ മാംസം കഴിച്ച പല ആൾക്കാരെയും ഇവർ പ്രതിസ്ഥാനത്ത് ചേർക്കുന്നത് കാണുന്നുണ്ട്. നിയമപരമായി അത് തെറ്റാണ്. വെടിവെച്ച കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊന്ന ആളെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാർ അറസ്റ്റ് ചെയ്തോളൂ, തടസ്സമില്ല. പക്ഷെ വടക്കാഞ്ചേരി നടന്നത് സംഭവം മറ്റൊരു വിധത്തിലാണ്. അവിടെ എരുമപ്പെട്ടിയിലെ കാഞ്ഞിരക്കോട് വടക്കം വീട്ടിലെ മിഥുൻ എന്ന 31 വയസ്സുകാരന് അയാളുടെ സുഹൃത്തുക്കള് കുറച്ച് കാട്ടുപന്നി ഇറച്ചി കൊടുത്തു. അയാളത് വാങ്ങി കറി വെച്ച് തിന്നു. കാട്ടുപന്നിയെ വെടിവെച്ച 2-3 പേരെ വടക്കാഞ്ചേരി ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്തു. അവർ കാട്ടുപന്നിയുടെ ഇറച്ചി കൊടുത്തവരുടെ ലിസ്റ്റിനകത്ത് മിഥുന്റെ പേര് കൊണ്ട് വന്നു. മിഥുനെ വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അറസ്റ്റ് ചെയ്തു. ഇത് തെറ്റായ ഒരു പ്രവണതയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കേരളത്തിൽ പല ആൾക്കാർക്കും ഇത് പറ്റിയിട്ടുണ്ട്. കാരണം കാട്ടുപന്നിയുടെ ഇറച്ചി അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ ഇറച്ചി ചില വെടിക്കാർ പോയി കൊന്നിട്ട് അവർ പലർക്കും വിൽക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. നമുക്കതിനകത്ത് മെൻസറിയായി ഇല്ല, നമുക്കതിനകത്ത് കുറ്റബോധമില്ല. നമ്മൾ ഒരു ആനിമലിനെ അല്ലെ ഒരു കാട്ടുപന്നിയെയും വെടിവെച്ച് കൊന്നിട്ടില്ല. അതുകൊണ്ട് ഫിസിക്കൽ ആക്ട് ഓഫ് ക്രൈം നമ്മൾ ചെയ്തിട്ടില്ല. അത് നമ്മളല്ല വെടിവെക്കാൻ പോയിരിക്കുന്നത്. അപ്പോൾ ആക്ടസ് റിയൂസ് എന്നാണ് അതിന് പറയുന്നത്. ഫിസിക്കൽ ആക്ട് ഓഫ് ക്രൈം ഇല്ല. നമ്മൾ വെടിവെക്കാൻ പോയില്ല. നമ്മൾ ഇറച്ചി വാങ്ങിച്ചു ഭക്ഷിച്ചു. അത് കാട്ടുപന്നിയുടെ ഇറച്ചിയാണോ എന്നും അറിയത്തില്ല, നമുക്കറിയാനൊക്കത്തില്ല. അങ്ങനെ ഭക്ഷിക്കുന്നവരെ ഫോറസ്റ്റുകാർ അവർ പ്രതിയാക്കുന്നുണ്ട്. കേരളത്തിൽ പല സ്ഥലത്തും ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇത് അടിയന്തരമായിട്ട് നിർത്തണം. നിയമപരമായിട്ട് അത് നിലനിൽക്കത്തില്ല. ഗിൽറ്റി മൈൻഡ് ഇറച്ചി വാങ്ങിച്ച് തിന്നവനില്ല. ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ അയാൾക്കില്ല. അയാൾക്ക് ഇറച്ചി കിട്ടി, അയാൾ വാങ്ങിച്ച് കറി വെച്ച് തിന്നു. അതുകൊണ്ടാണ് ആ ആക്ടസ് റിയൂസ് അയാൾക്കില്ല എന്ന് ഞാൻ പറയുന്നത്. മെൻ്റൽ സ്റ്റേറ്റ് ടു സെക്യൂർ എ കൺവിഷൻ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തില്ല. കോടതി അത് വെറുതെ വിടുകയുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ പ്രതിസ്ഥാനത്തേക്ക് ചേർത്തുന്നത് വലിയ എന്തോ ഒരു കേസാണെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ധരിക്കുന്നത്. നിങ്ങൾ കാട്ടുപന്നിയോ മറ്റു മൃഗങ്ങളെയോ വെടിവെച്ച് കൊല്ലുന്നവരെ അറസ്റ്റ് ചെയ്തോളൂ. ആ ഇറച്ചി വാങ്ങിച്ച് ഭക്ഷിക്കുന്നവരെ തീർച്ചയായിട്ടും അത് അവരെ പ്രതിയാക്കുന്നത് നിയമപരമായി നിലനിൽക്കില്ല. അത് അങ്ങനെ പ്രതിയാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ കോമ്പൻസേഷന് കേസ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒരു റോങ് ഡൂയിങ്, തെറ്റായ ഒരു ഇൻറ്റൻഷനോട് ആ കാട്ടുമൃഗങ്ങളെ കൊല്ലുന്നതിന് നമ്മൾ കൂട്ടുനിന്നിട്ടില്ല. അതുകൊണ്ട് കുറ്റം ചെയ്യുന്നത് നമ്മളല്ല, അതിനെ കൊന്ന ആൾ തന്നെയാണ്. ഈ ഒരു കേസിൽ മിഥുനെ അന്വേഷിച്ച് പോലീസ് വന്നപ്പം മിഥുന് ഒളിവ് കഴിഞ്ഞു. ഏതായാലും മിഥുനെ അവർ അറസ്റ്റ് ചെയ്തു. മിഥുൻ്റെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെച്ചു. ഇയാളെ റിമാൻഡ് ചെയ്തു. ഇയാൾ ജാമ്യത്തിലിറങ്ങി. മാന്യനായ വ്യക്തിയാണ്. കേരളത്തിൽ പലർക്കും ഇത് പറ്റിയിട്ടുണ്ട്. കാരണം ഇറച്ചി വാങ്ങിച്ച് കഴിച്ചു, ഇറച്ചി കൊതിയാണ്, ശരി, സമ്മതിച്ചു, വാങ്ങിച്ചു കഴിച്ചത് നമ്മളാരും കൊന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇറച്ചി വാങ്ങിച്ച് കഴിച്ച പല ആൾക്കാരും, സ്ത്രീകളെ ഉൾപ്പെടെയുള്ള ഒരു ഫോറസ്റ്റുകാർ പ്രതിയാക്കിയിട്ടുണ്ട്. അതെന്തായാലും അടിയന്തരമായിട്ട് നിർത്തണം. ഈ മിഥുനെ അവിടെ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം മിഥുൻ്റെ മൊബൈൽ ഫോൺ ഫോറസ്റ്റുകാർ പിടിച്ചു വച്ചിരുന്നു. ഇയാൾ അടുത്ത ദിവസം ജാമ്യത്തിൽ ഇറങ്ങിയതിൻ്റെ അടുത്ത ദിവസം മൊബൈൽ ഫോൺ ചോദിച്ചു, അവർ കൊടുത്തില്ല. ഇയാളെ ഒരു പ്രതിസ്ഥാനത്ത് എന്നുള്ള രീതിയിൽ ആ ഫോറസ്റ്റ് ഓഫീസറെ അവിടെ നിർത്തി ഇയാളെ വിരട്ടി. അതിനുശേഷം ഇയാളെ വൈകിട്ട് 5 മണി വരെ അവിടെ നിർത്തിയിട്ട് മൊബൈൽ കൊടുക്കാതെ ഇയാളെ പറഞ്ഞയച്ചു. ഇത് കുറ്റകരമാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് നടപടി എടുക്കണം. ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കടുത്ത മാനസിക സമ്മർദ്ദവും നാണക്കേടും ഒക്കെ കാരണം ഈ പയ്യൻ ആത്മഹത്യ ചെയ്തു. മിഥുൻ 31 വയസ്സുകാരൻ. ആരാണോ അതിൻ്റെ ഉത്തരവാദികൾ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ. കാരണം അവർ ഇങ്ങനെ എടുക്കുന്ന കേസുകൾ കേരളത്തിൽ പല സ്ഥലത്തും എടുത്തിട്ട് പലർക്കും ശിക്ഷയൊന്നും ലഭിച്ചിട്ടുമില്ല. കാട്ടിനകത്ത് കയറി വെടിവെച്ച് കൊല്ലുന്നതിന് എവിഡൻസ് കിട്ടാനും മൃഗങ്ങളെ കൊല്ലുന്നതിന് എവിഡൻസ് കിട്ടാനും വലിയ പാടാണ്. എങ്കിലും ആയിക്കോട്ടെ,
തോക്കുണ്ടല്ലോ, ആ തോക്കിൽ തന്നെയാണ് ആ മൃഗങ്ങളെ കൊന്നതെന്നും ആ തോക്കിൻ്റെ ഉടമസ്ഥൻ ഇയാളാണെന്നൊക്കെ തെളിവ് കൊണ്ടുവന്നോട്ടെ. പക്ഷേ ആ ഇറച്ചി വാങ്ങിച്ച് ഭക്ഷിക്കുന്നവർ വളരെയധികം ആൾക്കാരുണ്ട്. അവരെ ഈ കാട്ടുമൃഗങ്ങളെ കൊല്ലുന്നവരോടൊപ്പം പ്രതി ചേർക്കുന്നത് നിയമപരമായിട്ട് നിൽക്കത്തില്ല. കാരണം ഒരു ഗിൽറ്റി കോൺഷ്യസ് അവർക്കാർക്കും ഇല്ല, അവർക്ക് അറിഞ്ഞുകൂടാ ആ നിയമത്തെപ്പറ്റി. അത് തന്നെയല്ല, കാട്ടിപ്പോയി എല്ലാവരും കൊന്നതിൻ്റെ ഇറച്ചി വാങ്ങിച്ചു തിന്നാൽ നമ്മളെങ്ങനെയാണ് പ്രതിയാകുന്നത് എന്നാണ് അവരുടെ മനസ്സ് ചോദിക്കുന്നത്. ഏതായാലും ഒരാൾ ആത്മഹത്യ ചെയ്തൊരു കാര്യം മറന്നു പോയതിൽ ആ വടക്കാഞ്ചേരിയിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അശോക് രാജിൻ്റെ നേതൃത്വത്തിലാണ് ഈ അറസ്റ്റ് ചെയ്തത്. 6 മാസം മുമ്പ് പന്നിമാസം വാങ്ങിച്ചു വ്യക്തിയാണ് ഇയാൾ. അതിനുശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും അങ്ങനെയുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഒന്നും ഫോറസ്റ്റുകാർ കാണിക്കുന്നത് ശരിയല്ല. നിയമപരമായിട്ട് തീർച്ചയായിട്ടും ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് ആൻസർ പറയണം. കാരണം കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിച്ച് ഭക്ഷിക്കുന്ന ഒരാൾക്ക് ആ വകുപ്പനുസരിച്ചുള്ള കുറ്റം അയാളല്ല ചെയ്തിരിക്കുന്നത്, കൊന്നയാളാണ് ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലാക്കി ലീഗലായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു പരിപാടി കേരളത്തിലെ ഫോറസ്റ്റിൻ്റെ ടോപ്പ് ഉദ്യോഗസ്ഥന്മാർ നിയമപരമായി ഇതേപ്പറ്റി പഠിച്ച ശേഷം ഇനി മേലിൽ ഇങ്ങനെയുള്ളവരെ അറസ്റ്റ് ചെയ്യരുത്. ഒരു കുടുംബം അനാഥരാകുകയാണ്. അതുകൊണ്ട് നിയമപരമായിട്ട് ഇങ്ങനെ വാങ്ങിച്ച് ഭക്ഷിച്ചവരെ ഒരു കൺവിഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അറസ്റ്റ് ഒഴിവാക്കണമെന്നാണ് ഞാൻ പറയുന്നത്.